ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റവാനായ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 9 ഏപ്രിൽ 2026, ഈ മാസത്തെ 9-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 99-ാമത്തെ ദിവസം. ദൈവം നമുക്ക് ഇപ്പോൾ ഈ ജീവനോടെ ഇരുന്ന് നമുക്ക് ഈ വചനം ശ്രവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്നതായ വലിയ കൃപയാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അവനെ രാപകലില്ലാതെ സ്തോത്രം ചെയ്യുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. കാരണം ജനുവരി 1-ാം തീയതി നമ്മൾ കണ്ട എത്രയോ പേർ ഈ ലോകത്തിൽ നിന്നും ഇതേവരെ മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. എന്നാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് പരിചയമുള്ളവരും നമ്മളുടെ സ്വന്തക്കാരും ബന്ധക്കാരും ചാർച്ചക്കാരും ഒക്കെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത് കൃത്യമായിട്ട് നമ്മൾ അറിയുകയും അതിൽ അനുഭവിക്കുകയും ഒക്കെ ചെയ്തവരാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ദൈവം നമുക്ക് തന്നതായ കൃപാവരം കൊണ്ടാണ് നാം ഈ 99-ാമത്തെ ദിവസവും ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹേവോറോ ദിവസങ്ങളിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. ഹേവോറോ ദിവസത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഹേവോറോ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം, വെളിച്ചം എന്നൊക്കെയാണ്. അതായത് ഹേവോറോ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രകാശമുള്ള ദിവസം. നാം മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ ഗലീലയിലും ആ പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ അവൻ ചുറ്റി നടക്കുന്നു എന്ന് മാത്രമല്ല, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. മറ്റുള്ളവരെ, എമാവൂസിലേക്ക് പോയവരോട് കൂടെ ചേർന്ന് നടന്ന് അവരുടെ മനോവികാരം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ലാഷിൽ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് ഖബറിൻ്റെ അടുക്കൽ വെച്ച് പ്രത്യക്ഷമാകുന്നത്. അങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ജീവനുള്ളവനായ ദൈവത്തെയാണ് നാം ഓരോരുത്തരും സേവിക്കുന്നത് എന്നുള്ളതിന് ആർക്കും രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. ഹേവോറോ വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയിൽ അന്ന് എവൻഗേലിയോൻ മേശയിൽ വായിക്കാൻ പോകുന്നതായ വേദഭാഗം സെന്റ് ജോൺസ് 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വേദഭാഗം ആയിരിക്കും. അതായത് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വേദഭാഗം. അതിൽ മഗ്ദലക്കാരത്തി മറിയ ഖബറിങ്കൽ വന്ന് കുനിഞ്ഞ് നോക്കുന്നതും, അവൾ നോക്കുമ്പോൾ ഒരാൾ തലക്കിലും ഒരാൾ കാൽക്കിലും ആയി 2 പുരുഷന്മാർ ആ ഖബറിനകത്ത് ഇരിക്കുന്നതായി അവൾ കാണുകയും അവളോട് അവർ പറയുന്നതുമായ കാര്യങ്ങളുമാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നാം വായിച്ചു കേൾക്കുവാൻ പോകുന്നത്. അവളോട് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ പറയുകയും നീ ചെന്ന് നിന്റെ അപ്പോസ്തലന്മാരോട് ഈ കാര്യം ഒക്കെയും അറിയിക്കാൻ പറഞ്ഞ് അവളെ വിടുമ്പോഴാണ് യേശു ക്രിസ്തു അവിടെ നിന്നും പുറകിൽ നിന്നും മറിയേ എന്ന് വിളിക്കുന്നത്. അവൾ റബൂനി എന്ന് വിളിക്കുകയും നീ എന്നെ തുടരുതെന്ന് യേശു പറയുന്ന ഭാഗമൊക്കെ നമുക്ക് ആ വേദഭാഗത്ത് വായിക്കുവാൻ സാധിക്കും. നാം ഒരു കാര്യം മാത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹേവോറോ വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഇന്നത്തെ ധ്യാന വിഷയവും ഹേവോറോ വ്യാഴാഴ്ച തന്നെയാണ്. അതായത് ഹേവോറോ വ്യാഴാഴ്ച, ഈ ഹേവോറോ വ്യാഴാഴ്ച എന്ന് പറയുന്നത് തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം നമ്മൾ പിന്നിട്ടു. ഇത് 4-ാമത്തെ ദിവസമാണ്. ഈ 4-ാമത്തെ ദിവസം നാം ഓരോരുത്തരും ചെയ്യേണ്ടത് പാപത്തിൽ നിന്നും മരണത്തിന് മേൽ ക്രിസ്തുവിൻ്റെ ജയം നടന്ന കാലമാണ് ഇത്. ഇരുട്ടിന് പകരം വെളിച്ചം ഉണ്ടായ കാലമാണ്. നിരാശയ്ക്ക് പകരം പ്രത്യാശ ഉണ്ടായ കാലമാണ്. ഹേവോറോ ദിനങ്ങൾ അവസാനിക്കുന്നത് ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ചയ്ക്ക് ശേഷം നാം പുതുഞാറാഴ്ചയിലേക്ക് എത്തുന്നു. അതായത് ഹേവോറോ ആഴ്ച കഴിഞ്ഞ് സാധാരണ ആരാധനയിലേക്ക് നാം ഓരോരുത്തരും മടങ്ങുന്നു എന്നുള്ള വിവരവും നമുക്ക് ഏവർക്കും അറിയാം. നാം മനസ്സിലാക്കേണ്ടത് ഹേവോറോ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം അത് ഒരു സുറിയാനി വേർഡാണ്. വെള്ള, ശുദ്ധമായ, പ്രകാശമുള്ള എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ പുനരുദ്ധാനം പാപത്തിൽ നിന്നുള്ള ശുദ്ധിയും പുതിയ ജീവിതവും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഈസ്റ്ററിന് ശേഷമുള്ള ആഴ്ച
അതായത് പുതിയ ആഴ്ച, ന്യൂ വീക്ക് മുഴുവനും ചില സുറിയാനി സഭകളിൽ ഹെവറോ കാലം എന്ന് വിളിക്കുന്നു. നമ്മളും ഈ ദിവസങ്ങളെ, അതായത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളെ ഹെവറോ ദിനങ്ങൾ എന്നാണ് പറയുന്നത്. അതിൽ ഈ ഹെവറോ വ്യാഴാഴ്ച നാം ഓരോരുത്തരും കർത്താവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പിൽ വളരെ അത്യധികം സന്തോഷിക്കുകയും അവനെ സ്തുതി പാടുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്നേ വരെ നമുക്ക് കിട്ടിയിട്ടുള്ളതായ കൃപാവരങ്ങൾക്കൊക്കെയും അവനോട് നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. ഇതേവരെ നമുക്ക് ഇത്രയും ആയുസ് തന്ന ആ ദൈവത്തിന് 1000 പ്രാവശ്യം അവനെ സ്തുതിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ സ്തുതിക്കുമ്പോഴാണ് നമ്മൾ അവൻ്റെ മക്കളായി തീരുന്നതും സ്വർഗരാജ്യത്തിൽ നമുക്ക് ഒരു അവകാശം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നത്. സഭ നമ്മോട് നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നല്ല ചിന്തകൾ മാത്രം വെച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ ഈ ലോക ജീവിതം നമുക്ക് അനുഗ്രഹീതമായി മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അത് അനുഭവിച്ചിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ മഹാപുരോഹിതന്മാരും ആചാര്യശ്രേഷ്ഠന്മാരും നമ്മെ സമയാസമയങ്ങളിൽ ഉദ്ബോധിപ്പിക്കുന്നത് നാം കൃത്യമായി മനസ്സിലാക്കി സഭയോട് ചേർന്ന് നിന്ന് നാം അവരെ അനുസരിച്ച് അവർ പറഞ്ഞു തരുന്നതായ പാതയിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കും. എപ്പോൾ ദൈവം നമ്മെ വിളിച്ചാലും നമുക്ക് ഇവിടെ നിന്നും പോകുന്നതിന് ഭയമുണ്ടാകുകയില്ല. നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നാം നമ്മുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നുള്ള ആ സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.